പണി വരുന്നുണ്ടവറാച്ച. അപ്പൊ നമുക്ക് മുട്ടനൊരു പണി വന്നിട്ടുണ്ട്. പണി എന്താ വെച്ചാൽ നമുക്കറിയാലോ, നമ്മൾ രാജപാളയത്ത് പോയി ഒരു രാജപാളയം ഡോഗിന്റെ കടിയൊക്കെ വാങ്ങിയ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പോയത് ശരിക്കും ഡേഞ്ചർ എന്ന് പറഞ്ഞ ഒരു കോംബൈ ഡോഗിനെ ചലഞ്ച് ചെയ്യാൻ പോയപ്പോഴാണ് നമ്മൾ ഈ രാജപാളയത്തിനെ കൂടെ ചലഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് രാജപാളയത്തിന് കടി കിട്ടുന്നത്. ശരിക്കും നമ്മൾ പോയത് കോംബൈ ഡോഗിനെ ഇറക്കാനാണല്ലോ. അപ്പോൾ ആ കോംബൈ ഡോഗിന്റെ ഒരു കുഞ്ഞിനെ ഈ രാജപാളയത്തിലെ കോപ്പറേറ്റീവ് അനിമൽസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓണർ അവർ വിറ്റ ഡോഗാണ്. അപ്പോൾ ആ കുഞ്ഞായപ്പോൾ വിറ്റാണ്. അപ്പോൾ അതിന്റെ ഓണർ ഗൾഫിലേക്ക് പോയപ്പം ആ ഡോഗിനെ ഇവർ തിരിച്ച് അഡോപ്റ്റ് ചെയ്തിട്ട് നോക്കാൻ ആളായിട്ട് തിരിച്ച് കൊണ്ടുവന്നു, ഇവരുടെ കെന്നലിലേക്ക് കൊണ്ടുവന്നു. കൊണ്ടുവന്ന് തന്നെ അവർ ഈ വീഡിയോ കാണുന്ന പോലെ എടുത്തുകൊണ്ടാണ് വന്നത്, ഈ കേജറൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. അങ്ങനെ 7 ദിവസത്തോളം അവർ അതിനെ ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ കൊടുത്ത് ഇണക്കാൻ നോക്കി. ആൾ ഭയങ്കര അഗ്രഷനാണ് കേട്ടോ, ഇണക്കാൻ നോക്കി. അങ്ങനെ 7ാമത്തെ ദിവസം നമുക്ക് ആ ചലഞ്ച് എന്ന പുള്ളിനെ വിജയശേട്ടൻ ആ ഡോഗിനെ പുറത്തിറക്കുന്നു. ഇറക്കിയിട്ട് ഉള്ള സീനാണ് പുള്ളിയുടെ ഈ കയ്യൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ഡേഞ്ചറായി നിൽക്കുകയാണ് ഡോഗ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അത്ര അഗ്രഷനാണ് ഡോഗ്. പോയിട്ട് ഈ ഒരു ഇവനെയും കൂടെ ഡേഞ്ചറിനെ ചലഞ്ച് ചെയ്തു, അതിൻ്റെ മകനെയും കൂടെ നമുക്ക് ചലഞ്ച് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ നമുക്കറിയാം. അപ്പം ഡോഗ് ഇച്ചിരി ഹെവിയാണ്. ഹെവി എന്ന് പറഞ്ഞാൽ അത്ര ഡേഞ്ചറാണ്. മെയിനായിട്ട് അവർ വളർത്തുന്ന ബ്രീഡാണ് ഈ കന്നി, ചിപ്പിപ്പാറ, കോംബൈ, രാജപാളയം. അവർക്കറിയാത്ത ബ്രീഡൊന്നും അല്ലല്ലോ. അപ്പോൾ അവർ അത്രയും ട്രെയിൻ ചെയ്തിട്ട് അവർക്ക് അത്രയും 7 ദിവസത്തോളം അവർ നോക്കിയിട്ടും അത് ഇവരോട് സെറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് നമുക്കൊരു ചലഞ്ച് നൽകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഉടനെ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ.